ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് ഒരു 1.5 ആഴ്ചയായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹോസ്പിറ്റലായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റായിരുന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ എല്ലാ വീഡിയോസും കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. വെള്ളിയാഴ്ച തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ആ ഒരു ഫൈനൽ അസസ്മെന്റ്, അത് അസൈൻമെന്റ് മോഡിൽ തരും. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് അസൈൻമെന്റ് ആയിട്ട് എല്ലാ ആൾക്കാരും ചെയ്തു തരിക. അത് ചെയ്ത വ്യക്തികൾക്കാണ് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുക. സർട്ടിഫിക്കറ്റ് ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമായിട്ട് കോളേജിൽ വെക്കും. പരമാവധി ആളുകൾക്ക് വന്ന് വാങ്ങിക്കുക ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത കാൻഡിഡേറ്റ്സിന് ഓൺലൈനായിട്ട് ഈ LMS പോർട്ടൽ വഴി അത് ലഭ്യമാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇന്ന് പ്രധാനമായിട്ട് നോക്കുന്നത് 2 ഇന്റർനാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഏറ്റവും ആദ്യം എല്ലാ ഈ PhD എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട, PhDയിൽ മാത്രമല്ല എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സാമിനേഷനിലും ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു റിസർച്ച് ചെയ്യുന്ന ആള് നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട 2 ടേംസ് ആണ്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ഒരു COPE എന്നുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ദ കമ്മിറ്റി ഓൺ പബ്ലിക്കേഷൻ എത്തിക്സ്. അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇന്റർനാഷണൽ ലെവലില് റിസർച്ചായിട്ട് വർക്ക് ചെയ്യുന്ന എഡിറ്റേഴ്സ്, അതുപോലെ കമ്പനികള്, വ്യക്തികള്, പബ്ലിഷേഴ്സ്, അവർക്കൊക്കെ മെമ്പർഷിപ്പ് കിട്ടുന്ന ഒരാൾക്കല്ല, എല്ലാ സബ്ജക്റ്റിലും പെട്ട. ഇപ്പൊ ഈ കമ്മിറ്റി ഓൺ പബ്ലിക്കേഷൻ എത്തിക്സ്, അത് COP എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു സംഘടന എല്ലാ ഡിസിപ്ലിനിലും പെട്ട ഈ സ്കോളർലി പബ്ലിക്കേഷൻ നടത്തുന്ന പബ്ലിഷേഴ്സിന്, എഡിറ്റേഴ്സിന്, പിന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക്, ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക്, യൂണിവേഴ്സിറ്റീസിന് എല്ലാം തന്നെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു സംഘടനയാണ് കമ്മിറ്റി ഓൺ പബ്ലിക്കേഷൻ എത്തിക്സ്. ഇതൊരു ഗവൺമെന്റ് സംഘടന അല്ല, ഇതൊരു ഇന്റർനാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ പബ്ലിക്കേഷൻ എത്തിക്സ് അപ്പൊ അത് സംരക്ഷിക്കപ്പെടണം. പബ്ലിക്കേഷൻ എത്തിക്സിന് ഹൈ സ്റ്റാൻഡേർഡ്സ് പ്രൊമോട്ട് ചെയ്യുക, അതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം, ഇതിന്റെ ഫോക്കസ് അതാണ്. ഇപ്പോ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂ ഈ കമ്മിറ്റി പബ്ലിക്കേഷൻ എത്തിക്സിന്റെ വേദികളിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും റൈസ് ചെയ്യാനും അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടും ചെയ്യും. പിന്നെ ഇവർ ഒരുപാട് പബ്ലിക്കേഷൻസും നോട്ടിഫിക്കേഷൻസും എല്ലാം തന്നെ റെഗുലർലി ആയിട്ട് തന്നെ ഡയറക്ഷൻസും എല്ലാം തരുന്നുണ്ട്. അപ്പൊ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ കമ്മിറ്റി പബ്ലിക്കേഷൻ എത്തിക്സിന്റെ ഗൈഡ് ലൈൻസും റെഗുലേഷൻസും ഡയറക്ഷൻസും ബ്രോഷേഴ്സും ബുക്സും ഓഫ്ലൈനും ഓൺലൈനായിട്ടും കിട്ടുന്ന ഒരു സപ്പോർട്ടും എല്ലാം തന്നെ. ഈ പിയർ റിവ്യൂ പ്രോസസ്, അപ്പൊ അതിനെ എങ്ങനെ ഈ കൂടുതൽ ഇഫക്റ്റീവ് ആക്കി മാറ്റാം. അപ്പൊ പിയർ റിവ്യൂ ആണ് നമ്മുടെ ഒരു പബ്ലിക്കേഷന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. പിയർ റിവ്യൂ ആണ്. ആ പിയർ റിവ്യൂവിനെ എങ്ങനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കി മാറ്റാം. അതുപോലെ തന്നെ ഈ പിയർ റിവ്യൂവിലും മാനിപ്പുലേഷൻ വരും. ആ മാനിപ്പുലേഷൻ എങ്ങനെ ഇല്ലാതാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ കോപ്പ് മെമ്പേഴ്സിന് ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ്സ് വയ്ക്കും. അതില് ഏറ്റവും എമർജിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക. അപ്പൊ ഞാൻ ഇപ്പൊ അതിന്റെ വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ COPE എന്ന് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ അതിന്റെ ഒരു വെബ്സൈറ്റ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റ് കിട്ടും. കമ്മിറ്റി ഓൺ പബ്ലിക്കേഷൻ എത്തിക്സ് പ്രൊമോട്ടിംഗ് ഇന്റഗ്രിറ്റി ഇൻ സ്കോളർലി റിസർച്ച് ആൻഡ് ഇസ് പബ്ലിക്കേഷൻ, അതാണ് അതിന്റെ ഒരു ലക്ഷ്യം. ഇപ്പൊ 2025 ജൂലൈ 1 നാളെ ഒരു നെക്സ്റ്റ് മീറ്റിംഗ് ഉണ്ട്. അതിലെ ഒരു ഡിസ്കഷൻ എന്താ, എമർജിങ് AI ഡെലിമാസ് ഇൻ സ്കോളർലി പബ്ലിഷിംഗ്. അപ്പൊ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് അവർ നാളെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാലാകാലങ്ങൾ ഇങ്ങനെ മീറ്റിംഗ് വെച്ചിട്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പബ്ലിക്കേഷൻ എത്തിക്സ് ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോ എമർജിങ് AI ഡിലേമാസ് സ്കോളർലി പബ്ലിഷിംഗ്, അതുപോലെ ഡിക്ലെയറിംഗ് ഫണ്ടിങ് സോഴ്സസ് ഫോർ റിസർച്ച്, ഇതൊക്കെ ഒരു ടോപ്പ് ഡിസ്കഷൻസ് വെച്ചിട്ടുണ്ട്. റീവിസിറ്റിംഗ് എക്സ്പ്രഷൻസ് ഓഫ് കൺസേൺ കേട്ടോ. അതുപോലെ ഒരുപാട് പബ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഈ എത്തിക്കൽ ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം. ഇനി ഇതുപോലെ മറ്റൊന്ന്, അപ്പം ഈ എന്താണ് കമ്മിറ്റി ഓൺ പബ്ലിക്കേഷൻ എത്തിക്സ് എന്ന് കണ്ടു കഴിഞ്ഞു. ഇതുപോലെ മറ്റൊന്ന്, അതാണ് WAME,
ഇത് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട WAME എന്ന് ഗൂഗിളിൽ അടിച്ച ഇതൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. പബ്ലിക്കേഷൻ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് നമുക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല. സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റീസിനോ മെമ്പേഴ്സിനോ ഒന്നും തന്നെ മെമ്പർഷിപ്പ് കിട്ടില്ല. ഇത് ഈ WAME എന്ന് വെച്ചാൽ വേൾഡ് അസോസിയേഷൻ മെഡിക്കൽ എഡിറ്റേഴ്സ്. അതാണ് പിയർ റിവ്യൂഡ് മെഡിക്കൽ ജേർണൽസിന്റെ എഡിറ്റേഴ്സിന്റെ ഒരു നോൺ പ്രോഫിറ്റ് വോളണ്ടറി അസോസിയേഷൻ ഇന്റർനാഷണൽ ലെവലിൽ, വാമി, അതങ്ങനെ പ്രൊണൗൺസ് ചെയ്യണത്. WAME എന്നാണ് അതിന്റെ സ്പെല്ലിംഗ്, പക്ഷെ പ്രൊണൗൺസ് ചെയ്യുന്നത് വാമി. വാമി WHAMMY അങ്ങനെയാണ് അവർ പ്രൊണൗൺസിയേഷൻ കൊടുത്തിരിക്കുന്നത്. എന്താ പ്രൊണൗൺസ് വെച്ചാൽ അത് അങ്ങനെയാണ് അത് പ്രൊണൗൺസ് ചെയ്യേണ്ടത് കേട്ടോ. അത് 1995 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ അത് ഇതിന്റെ വെബ്സൈറ്റ് WAME എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അത് ഗൂഗിളിൽ കിട്ടും. ഇതൊരു നോൺ പ്രോഫിറ്റ് വോളണ്ടറി അസോസിയേഷൻ ആണ്. മെഡിക്കൽ ജേർണൽസ്, പിയർ റിവ്യൂഡ് മെഡിക്കൽ ജേർണൽസിന്റെ എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ഇന്റർനാഷണൽ കൺട്രീസിലുമുള്ള ഈ മെഡിക്കൽ ജേർണൽസിന്റെ പിയർ റിവ്യൂ നടത്തുന്ന മെഡിക്കൽ ജേർണൽസിന്റെ എഡിറ്റേഴ്സിന്റെ കേട്ടോ. അപ്പൊ അവരുടെ ഒരു ഇന്റർനാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പൊ ഇതിന് മെമ്പർഷിപ്പ് സൗജന്യമാണ്. പക്ഷെ മെഡിക്കൽ ജേർണലിന്റെ എഡിറ്റർ ആയിരിക്കണം എന്നാണ് ഒരു കണ്ടീഷൻ, അല്ലാത്തവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഇത് ഈ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും അധികം ഇവിടെ ഈ അനത്തിക്കൽ പ്രാക്ടീസ്, സോഷ്യൽ സയൻസിലൊക്കെ അനത്തിക്കൽ പ്രാക്ടീസ് വേണമെന്നല്ല, പക്ഷെ സോഷ്യൽ സയൻസിലുള്ള അനത്തിക്കൽ പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ദുരന്തം, അതിൻ്റെയൊക്കെ എത്ര ഇരട്ടി ദുരന്തമാണ് ഈ മെഡിക്കൽ ജേർണൽസിൽ ഉണ്ടാകുമ്പോൾ. പിയർ റിവ്യൂ നടന്നിട്ടില്ലെങ്കിൽ മെഡിക്കൽ ജേർണൽസിൽ ഉണ്ടാവുന്ന ഒരു ദുരന്തം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു ഇന്റർനാഷണൽ വാച്ച് ഡോഗ് അത്യാവശ്യമാണ്. അപ്പൊ അതിന് അവിടെ ഏറ്റവും സ്റ്റാൻഡേർഡ് പ്രൊഫഷണലിസം ഇതൊക്കെ ഉണ്ടാക്കേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് ഇന്റർനാഷണൽ പോപ്പുലേഷൻ തന്നെ ബാധിക്കും. ഇന്റർനാഷണൽ മെഡിക്കൽ എത്തിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെയൊക്കെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇത് വളരെ ഇന്റർനാഷണൽ വാച്ച് ഡോഗായിട്ട് വർക്ക് ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ അത് 1995 ഇത് സ്ഥാപിതമാവുന്നത്. ഇവരും ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് എല്ലാം കൂടുന്നുണ്ട്. എന്നിട്ട് ഇവര് റിപ്പോർട്ട്സ് ആയിട്ടും റെഗുലേഷൻസ് ആയിട്ടും ഡയറക്ഷൻസ് ആയിട്ടും എല്ലാം തന്നെ ഒരുപാട് റിസോഴ്സസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ, വെബ്സൈറ്റ് ആർക്കും പോവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മെഡിക്കൽ ജേർണൽസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് നിർബന്ധമൊന്നുമില്ല, ആർക്കും പോവാം. ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും ഈ 2 സംഘടനയുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ ഒരു ഡിസ്കഷനായിട്ട് ഉദ്ദേശിക്കുന്നത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.